ഇടുക്കി കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി. കല്ലാർകുട്ടി 10 ചെയിൻ മേഖലയിൽ താമസിക്കുന്ന കർഷകർക്ക് പട്ടയ ലഭ്യമാക്കാനുള്ള നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് പട്ടയ അവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ കല്ലാർകുട്ടിയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. വിഷയത്തിൽ കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയെ സമര സംഘടന രൂപീകരിച്ച് സമരം തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ വിജയം കണ്ടേ പിന്മാറൂ സൂക്ഷിച്ചോ സർക്കാരുകളെ സൂക്ഷിച്ചോ. വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തുകളിലായി താമസിക്കുന്ന കല്ലാർകുട്ടി അണക്കെട്ടിന്റെ കരയിലുള്ള നൂറുകണക്കിന് കർഷകരാണ് തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതും കാത്തു കഴിയുന്നത്. കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി എന്ന സമരസംഘടന രൂപീകരിച്ച് സമരം തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച സമരം 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്തും തുടർന്നു. പ്രദേശത്ത് ഭൂമിയളന്ന് തിട്ടപ്പെടുത്തിയത് മാത്രമാണ് ഈ വിഷയത്തിൽ ഇതുവരെയുള്ള പുരോഗതിയെന്നും പട്ടയമെന്ന തങ്ങളുടെ സ്വപ്നം ഇപ്പോഴും അകന്നു നിൽക്കുന്നുവെന്നും കുടുംബങ്ങൾ പറയുന്നു. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി കല്ലാർകുട്ടിയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയുടെ കാച്ച്മെന്റ് ഏരിയയിൽ നമ്മുടെ അയ്യപ്പൻകോവിലും മേരികുളത്തും കാഞ്ചിയാറിലും പട്ടയം കൊടുക്കാൻ തയ്യാറായെങ്കിൽ എന്തുകൊണ്ട് കല്ലാർകുട്ടിക്കാർക്ക് മാത്രം വിവേചനം? നമ്മുടെ പ്രിയപ്പെട്ട കരിയാക്കാട്ട് സൂചിപ്പിച്ചു, ഏതാണ്ട് ഉത്തരവ് ഇറങ്ങാവുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇനിയും അവശേഷിക്കുന്നത് വിദ്യുച്ഛക്തി വകുപ്പാണ്, ഇലക്ട്രിസിറ്റി വകുപ്പാണത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിദ്യുച്ഛക്തി വകുപ്പിനോട് പറയണം പോയി പണി നോക്കാനായിട്ട്. ഇത് നമ്മുടെ അവകാശമാണ്. 2 നയങ്ങൾ പാടില്ല, 2 നിലപാട് പാടില്ല, ഒരേ നിലപാടായിരിക്കണം. നിങ്ങൾ ഇരട്ടയാറ്റിൽ പട്ടയം കൊടുക്കാൻ സമ്മതിച്ചെങ്കിൽ എന്ന് കല്ലാർകുട്ടിയിലെ വിഷയത്തെ മാത്രം പിടിവാശി പിടിക്കുന്നതിന് വിട്ടുകൊടുക്കണം. ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അവർക്ക് അവകാശം കൊടുക്കണം. സംഘടന മുഖ്യ രക്ഷാധികാരി ഫാദർ ജോസഫ് കുറ്റിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ്, PV അഗസ്റ്റിൻ, ജെയിൻസി യോഹനാൻ, KR വിനോദ്, സെബാസ്റ്റ്യൻ കത്തിപ്പാറ, സാജു, പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാർ ഡാമിന്റെ 10 ചെയിനിൽ പൂർണ്ണമായും പട്ടയം നൽകാമെങ്കിൽ കേവലം ഡൈവേഷൻ ഡാമായ കല്ലാർകുട്ടിയുടെ 10 ചെയിൻ മേഖലയിൽ എന്തുകൊണ്ട് പട്ടയം നൽകുന്നതിൽ തടസ്സവാദം ഉന്നയിക്കപ്പെടുന്നുവെന്ന ചോദ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. പട്ടയ വിഷയത്തിൽ പ്രദേശത്തെ കർഷകരോട് വഞ്ചനാപരമായ സമീപനമാണ് ഉദ്യോഗസ്ഥ സർക്കാർ തലങ്ങളിൽ നിന്നുണ്ടാകുന്നതെന്നും കർഷകർ ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.